സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധതരം ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സറോദയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ, SLM ഓർഡർ, SL ഓർഡർ എന്നൊക്കെ പറയുന്ന ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്നാലും ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോവാണ്. മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ മതി അല്ലേ. ഒരു സ്റ്റോക്കിന് ഇപ്പോൾ NTPC എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഞാൻ ബൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് ബൈ ചെയ്യാം. അതല്ല മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ് ബൈ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്തിട്ട് അവിടെ കുറഞ്ഞ പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 340 രൂപയാണ്, എനിക്ക് ബൈ ചെയ്യേണ്ടത് 335 രൂപക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് പ്രൈസിൻ്റെ അവിടെ 335 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണോ NTPCയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് 335 എത്തുന്നത് അന്നേരം മാത്രമേ എനിക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ 340 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന NTPCയുടെ സ്റ്റോക്ക് എനിക്കൊരു 345 രൂപയിലെത്തുമ്പോൾ ബൈ ചെയ്യണം. ഇപ്പോൾ അത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ പ്രൈസിലെത്തുമ്പോൾ ബൈ ചെയ്യണം. അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ എന്താണ് വഴി? നമ്മളിവിടെ ലിമിറ്റ് പ്രൈസിൻ്റെ അവിടെ 345 എന്ന് കൊടുത്തിട്ട് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുന്നത്, 345നോ അതിന് താഴെയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ബൈ ചെയ്യാൻ റെഡിയാണ്. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 340 എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ള ലിമിറ്റ് പ്രൈസ് ആയിട്ടുള്ള 345നേക്കാൾ താഴെയാണ്. അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ, SLM ഓർഡർ അല്ലെങ്കിൽ SL ലിമിറ്റ് ഓർഡർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഈ ഒരു സംഗതി ഈ ഒരു ഡോങ്കിൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ പ്രൈസ് കൊടുത്തിട്ട് ഓർഡർ ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ എന്നൊക്കെ പറയും. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ പ്രൈസിലൊരു സ്റ്റോക്കിനെ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആൾറെഡി ഒരു പൊസിഷൻ ഉണ്ട്, അതിനൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെക്കാനൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ കയ്യിലുള്ള പൊസിഷന് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്റ്റോക്കിനെ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ വില കൂടി വരികയാണ്. വില കൂടി വരുന്ന സമയത്ത് എനിക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ പ്രൈസിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബൈ ചെയ്യേണ്ടി വരും. അപ്പം അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാറുള്ളത്. എനിവേ, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ആദ്യം തന്നെ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക മാർക്കറ്റ് ഓർഡർ. അപ്പോൾ എനിക്ക് മാർക്കറ്റ് ഓർഡറിലല്ല ബൈ ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഡോങ്കിൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോഴത്തെ പ്രൈസ് 340 എനിക്ക് 340 ബൈ ചെയ്യേണ്ട, വില കൂടി 345 എത്തുമ്പോൾ ബൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രിഗർ പ്രൈസിൻ്റെ അവിടെ 345 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറായി. അതായത് NTPCയുടെ സ്റ്റോക്കിൻ്റെ വില ഇപ്പോൾ 340 ആണല്ലോ, അതിൻ്റെ വില കൂടി 345 എത്തുമ്പോൾ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ആ ട്രേഡ് എക്സിക്യൂട്ട് ആവും. അതാണ് ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലിമിറ്റ് പ്രൈസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റോക്കിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വെറും ലിമിറ്റ് പ്രൈസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. തന്നെ ഇവിടെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി, ഒരിക്കലും എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇനി ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡേഴ്സിൽ ഇതാ NTPCൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 339 രൂപ 80 പൈസയാണ്. ഇതിൻ്റെ വില കൂടി 345 രൂപ എത്തുന്ന സമയത്ത് എനിക്ക് ഈ സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കാണിച്ചിട്ടും ഈ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്തൊരു ലിമിറ്റ് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ടാവും. എന്താ ഇതിൻ്റെ അർത്ഥം? ജസ്റ്റ് ഞാൻ അതൊന്ന് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ട്രിഗർ പ്രൈസ് 345 ഞാനിവിടെ ഒരു 346 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? സ്റ്റോക്കിൻ്റെ പ്രൈസ് 339 340 രൂപക്ക് ട്രേഡ് ചെയ്യുന്ന NTPCൻ്റെ സ്റ്റോക്ക് വില കൂടി 345 നമ്മുടെ ഓർഡർ ട്രിഗർ ആവും.
ഒരിക്കലും 346 എന്നുള്ള പ്രൈസിന് മുകളിൽ പോയിട്ട് എക്സിക്യൂട്ട് ആവില്ല. 346 താഴെയുള്ള പ്രൈസിൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് ചൂസ് ചെയ്യാം. അതല്ല 345 എത്തുമ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ആയാൽ മതി എങ്കിൽ അവിടെ ഈ ലിമിറ്റ് ചൂസ് ചെയ്യണമെന്നില്ല. എനിവേ ഞാനിപ്പോൾ ലിമിറ്റ് ചൂസ് ചെയ്തിട്ടൊരു ബൈ ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ എൻ്റെ ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും കാണാൻ പറ്റും. ഇങ്ങനെ ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ എന്ന് പറയും. വെറും ട്രിഗർ പ്രൈസ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ SLM ഓർഡർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയും. അപ്പോൾ ഒരു ബൈയിൻ്റെ കേസിൽ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ വർക്ക് ആവുന്നത്? ഒരു സെല്ല് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ SLM ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യട്ടെ. ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഞാനിവിടെ സെല്ല് കൊടുക്കുന്നു. ഓക്കെ, സെല്ല് കൊടുക്കുന്ന സമയത്ത് നോർമലി ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യണ്ട, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ പ്രൈസിൽ സെല്ല് ചെയ്യണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ മതി. ബട്ട് എനിക്ക് സെല്ല് ചെയ്യേണ്ടത് ആക്ച്വലി മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ്. ഓക്കെ, ആൾറെഡി ഞാനൊരു ബൈ പൊസിഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദെൻ ആ ബൈ പൊസിഷൻ്റെ വില ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ എനിക്ക് നഷ്ടം കൂടിക്കൂടി വരും. അപ്പോൾ ആ നഷ്ടത്തിന് എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ഓർഡർ ചൂസ് ചെയ്യാം. അതല്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ സമയത്ത് എനിക്ക് ബൈ ചെയ്താൽ മതി. എനിക്ക് 162 ബൈ ചെയ്യേണ്ട. ടാറ്റ സ്റ്റീലിന് 160 ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ബൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 160 എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 162 എനിക്ക് ബൈ ചെയ്യേണ്ടത് 160 ദെൻ ഞാനിവിടെ 160 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ സ്റ്റീലിൻ്റെ ഇപ്പോഴത്തെ വില ആയിട്ടുള്ള 162 നിന്ന് വില കുറഞ്ഞ് 160 എത്തുന്ന സമയത്ത് മാത്രമേ ബൈ ആവുള്ളൂ. വേണമെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റ് ഓർഡറും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് ഓർഡർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താണ് ഗുണം? ഇതാ ഞാനിവിടെ ലിമിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് 160 എത്തുമ്പോൾ ട്രിഗർ ആവും. ഒരിക്കലും 158 താഴെ പോയിട്ട് ട്രിഗർ ആവരുത്. അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിമിറ്റ് വെറും ഈ ട്രിഗർ പ്രൈസിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തെറ്റില്ല. ദെൻ ഞാനിവിടെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി. ദെൻ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡേഴ്സിൽ ടാറ്റ സ്റ്റീലിൻ്റെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓർഡർ ഇതാ ഇവിടെ. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 162 രൂപയാണ്. വില കുറഞ്ഞ് 160 എത്തുമ്പോൾ ട്രിഗർ ആവും. ഒരിക്കലും 158 താഴെയുള്ള പ്രൈസിൽ പോയിട്ട് സെല്ലാവില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ ഒരു സ്റ്റോക്കിനെ എങ്ങനെ ബൈ ചെയ്യാം, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് താഴെ ഒരു സ്റ്റോക്കിനെ എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഒരുമിച്ച് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആ വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.